ില്ലാതെ സമയം കുറവാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും എല്ലാം പടച്ചുവിട്ടു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് പടച്ചത് വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ്. മനുഷ്യനെ വെറുതെ അങ്ങ് കയറടിച്ചു വിട്ടതല്ല. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന് മാർഗദർശനമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാർഗദർശനം വരച്ചു കാട്ടുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രവാചകന്മാരെ നിയോഗിക്കുകയും അതുപോലെ നമ്മുടെ ഉമ്മത്തിന്, നമ്മുടെ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നായകരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കുകയും നമുക്ക് വഴികാട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിനെ നമുക്ക് നൽകുകയും ചെയ്തു. ഈ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത് കല്ലുകരുടെ കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖൻ പാമ്പിനെ വരെ ആരാധിച്ച് നിർവൃതിയടഞ്ഞിരുന്ന, മദ്യത്തിന്റെയും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിച്ചിരുന്ന കാട്ടറേപ്യൻ സമൂഹത്തിന്റെ മുമ്പാകെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വേദഗ്രന്ഥമാകുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, നമ്മുടെ വഴികാട്ടിയായി നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അന്നുണ്ടായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മെ പോലെയല്ല. സാഹിത്യം കൊണ്ട് അമ്മാനമാടിയിരുന്ന കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പടച്ച റബ്ബ് നിയോഗിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ, ഉമ്മിയായ പ്രവാചകൻ, ഒരു മദ്രസയുടെയോ ഒരു സ്കൂളിന്റെയോ പടിവാതിൽക്കൽ കയറിയിട്ടില്ലാത്ത, ഒരധ്യാപകന്റെ മുമ്പിൽ പോയി ഒരക്ഷരവും പഠിച്ചിട്ടില്ലാത്ത ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് തങ്ങൾ ഉമ്മിയായ പ്രവാചകനാ. നമ്മൾ ഖുനൂത്തിലൂടെ ഓരാറുള്ളതാണ്. എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിൽ ആ ഖുനൂത്തിന് ശേഷം സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലുന്നവരാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയായ പ്രവാചകൻ, എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത പ്രവാചകന്, ആ പ്രവാചകനിലേക്കാണ് സാഹിത്യ സന്തുഷ്ടമായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു കൊടുക്കുന്നത്.